And we will start with a word of prayer, followed by Brother Sajeev and his family who will be leading in singing today. And that will be followed by Brother Varghese Kollakongal who will be leading us in the prayer points. So I will request Brother K.M. Matthew. Brother K.M. Matthew, we are unmuting you. Please start this meeting with a word of prayer. പരിശുദ്ധമായ ഞങ്ങളുടെ ദൈവമേ, സുഹൃത്ത പിതാവേ, ഒരുപാട് കാലമാണ് കർത്താവ് ഈ പട്ടണത്തിൽ ജീവിക്കാൻ കൃപ തന്ന ഞങ്ങളെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് ഈ കാലം ഞങ്ങൾക്കായിരിക്കാൻ കൃപ തന്ന ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഈ സന്ധ്യാകാലത്തിൽ കർത്താവേ, നമ്മൾ തിരുസന്നിധിയിലെ അടുത്തു വരുന്ന കർത്താവേ, നീ ഞങ്ങളുടെ സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ കർത്താവെ കണ്ട് ദിവസങ്ങളായി ഉണരുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അന്യഭൂഖണ്ഡങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒന്നിച്ച് കർത്താവെ ഞങ്ങൾ വാഴ്ത്തുവാനും സ്തുതിപ്പാനും കൃപ നൽകുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ദേശത്തിന്മേൽ കർത്താവെ പോരാടിക്കൊണ്ടിരിക്കുന്ന കർത്താവെ വൈറസിന്റെ എല്ലാ ആധിക്യത്തിൽ നിന്നും കർത്താവെ ജനത്തെ വിടുവിച്ച് ഉദ്ധരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനായി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, നീ വലിയ ജീവമേ, നിന്റെ കരുണ ചൊരിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദീർഘക്ഷമയെ പരിപാലിക്കണമേ. കർത്താവെ, മഹത്വവും നന്മയും കൃപയും അടികൾക്ക് വേണ്ടി ചൊരിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം കർത്താവെ കൂടി വന്ന കർത്താവെ, എല്ലാവർക്കും കർത്താവെ നിന്നെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും പ്രാർത്ഥിപ്പാനും പാടുവാനും ഒക്കെ കൃപ തരുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, അടികളുടെ എല്ലാ നന്മയും കൃപയും ചൊരിഞ്ഞ് കർത്താവെ ഞങ്ങളെ വഴി നടത്തുന്ന വലിയ നന്മയ്ക്കായി സ്തോത്രം. എല്ലാവരെയും കുടുംബമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളൊക്കെയും ഭവനങ്ങൾ ആയിരിക്കുന്നല്ലോ കർത്താവെ. നിന്റെ വചനം ധ്യാനിപ്പാനും പഠിപ്പാനും കർത്താവെ പ്രാർത്ഥിപ്പാനും ഒക്കെ അടികളുടെ ജീവിതത്തിൽ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ രാത്രികാലോടെങ്കിലും ഒന്നിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. പാടുവാനും പ്രാർത്ഥിപ്പാനും കൃപ തരുമാറാകണമേ. നിന്റെ വചനത്തിൽ കർത്താവെ ധ്യാനിപ്പാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനത്തിനൊത്തവണ്ണം കർത്താവെ ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തി പിന്നെയും ജീവിപ്പാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ നീ സഹായിക്കണമേ. ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും കർത്താവെ, ഹോസ്പിറ്റൽ സ്റ്റാഫിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ സഹായിക്കണമേ. കർത്താവെ, കല്ലിയ ഭക്ഷണമില്ലാതെ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന എന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വവും നന്മയും കൃപയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. Amen. So I greet everybody in the matchless name of our Lord and Savior Jesus Christ. We have Sarama Aunty from Dallas. We have Ibi joined in. We have Gigi sister from Shakti Nagar in MP. Sheva's sister there. And we have all of you from Bombay available from the church. So greetings to all of you in the matchless name of our Lord and Savior Jesus Christ. Today the singing will be led by Brother Sajeev and his family. So over to Brother Sajeev and his family. Praise the Lord. ഇന്ന് സന്ധ്യായാമത്തിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് അവരവരുടെ ഭവനങ്ങളിലിരുന്ന് ദൈവത്തെ പാടിപ്പോഴ്ത്തുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. യോശുവ പറയുന്ന പോലെ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്ന പറഞ്ഞ പോലെ ഇന്ന് സന്ധ്യായാമത്തിൽ കുടുംബമായിട്ടിരുന്ന കുടുംബത്തിലിരുന്ന് എല്ലാവർക്കും പാടി ആരാധിപ്പാൻ ഈ ഒരു മാസക്കാലം ദൈവം ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തിനായി നിങ്ങളുടെ സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്, യേശുവിന്റെ നാമം എന്റെ പ്രാണന് രക്ഷ, കുഞ്ഞാടിന്റെ രക്തം എന്റെ വീടിന് മുദ്ര എന്നുള്ള ആ പാട്ട് അറിയാവുന്ന എല്ലാവർക്കും ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ
ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തമെൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. അനർത്ഥമൊന്നും ഭാവിക്കയില്ല, പാതയൊന്നും വീടിനടുക്കയില്ല. അനർത്ഥമൊന്നും ഭാവിക്കയില്ല, പാതയൊന്നും വീടിനടുക്കയില്ല. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. സ്വർഗീയ സേനയിൻ കാവലുണ്ട്, സർവാധികാരിയൻ കരുതലുണ്ട്. സ്വർഗീയ സേനയിൻ കാവലുണ്ട്, സർവാധികാരിയൻ കരുതലുണ്ട്. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിയിൻ പേരുകളെ. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിയിൻ പേരുകളെ. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തമെൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ആമേൻ. So, Brother Varghese Kollakombil, കേട്ടോ? കേൾക്കാം. Go ahead, please. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ എല്ലാവരും സാധാരണ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ടൊക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ സഭയായിട്ട് കൂടി വന്ന ഈ സമയത്ത് നമ്മൾ അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നുള്ള കാര്യം. അപ്പൊ ആ വിശ്വാസവും ആ അനുഭവവും നമ്മുടെ ജീവിതത്തിലുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ സഭ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് വിടുതലുണ്ടായി, നമുക്ക് രോഗസൗഖ്യം ഉണ്ടായി, നമുക്ക് വിവിധങ്ങളായ വിഷയങ്ങളുടെ മേലെ ജയമെടുക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പൊ ആ അനുഭവത്തോടെ വെളിച്ചത്തിലാണ് നമ്മളിപ്പോൾ അല്പസമയം പ്രാർത്ഥിക്കുവാനായിട്ട് എടുക്കുന്നത്. ആദ്യമായിട്ട് ചില പോയിന്റ്സ് പറയുന്നു, 4 പേര് പ്രാർത്ഥിക്കണം. ആദ്യമായിട്ട് പറയുന്ന പോയിന്റ്സ് പ്രാർത്ഥിക്കാനായിട്ട് സിൽവിയയെ ഞാൻ ആവശ്യപ്പെടുകയാണ്. രണ്ടാമത് അനിത സജീവ്, മൂന്നാമത് ജോമോൻ ബ്രദർ, നാലാമത് കുഞ്ഞോള ആന്റി. അങ്ങനെ 4 പേരാണ് പ്രാർത്ഥിക്കുന്നത്. ആദ്യം സിന്ധയ്ക്ക് വേണ്ടിയുള്ള പോയിന്റ്സ് പറയുന്നു. ലോകത്തിൽ തന്നെ 26 lakhs അടുത്തിരിക്കുകയാണ് ഈ കോവിഡ് ബാധിച്ചുള്ള ആളുകൾ. അതുപോലെ തന്നെ മരണമടഞ്ഞവരെ 1,79,047 ആളുകൾ മരണമടഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ കണക്കെടുത്ത് നോക്കിയാൽ 15,859 രോഗികളും 652 മരണവും നടന്നു. മഹാരാഷ്ട്രയിലെ നമ്മൾ നോക്കിയാൽ 5,221 രോഗികളും
251 മരണവും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാം ഓർത്തിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളുടെ ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങൾ എത്ര ഭയാനകമാണ്, എത്ര വലിയ ഒരു രോഗമാണ് നമ്മളുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ അതിനു വേണ്ടിയിട്ട് എത്ര ഗൗരവത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യത്തിന്റെ ഒരു അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വിശദമായിട്ട് ഈ കാര്യങ്ങൾ നമ്മളിവിടെ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി PM, ചീഫ് മിനിസ്റ്റർ, അതുപോലെയുള്ള ഗവൺമെന്റ് അതോറിറ്റീസ്, ഡോക്ടേഴ്സ്, നേഴ്സസ്, പോലീസ്, അങ്ങനെയുള്ള സർവീസുകളൊക്കെ നടന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സിൽവിയ ഇപ്പൊ പ്രാർത്ഥിക്കുന്നതായിരിക്കും. Our gracious and heavenly Father, Lord, thank you, Lord, for this time, oh Lord. Thank you, Lord, that we could all gather together and we could all sit in your presence, even from our homes, oh Lord, even though we are all far away from each other. Thank you, Lord, that we could all connect with each other on this platform, Lord. Oh God, I submit all these matters into your hands that has been put forward. As we've seen across the globe, the number of coronavirus has been going up day by day, Lord, and there are so many deaths that are happening, so many perishing souls, oh Lord, oh God. Even in the US and Italy and all these places, there will be people who are the perishing, Lord, oh God. Submit them into your hands, oh Lord, oh God. Help the governments to take the right measures, Lord. Even in India, as in the past few days we've seen in Maharashtra and Gujarat, the number of cases that have spiked, and more number of deaths that have occurred in the last 24 hours, Lord, oh God. I submit all those grieving families into your hands, Lord. You comfort them and you be with them, oh Lord. And at the same time, submit all our Prime Minister, all the Chief Ministers of the states, and help them to take the right decisions, the right measures to control and contain this virus, oh Lord. Submit all the essential workers, oh Lord, especially our doctors and nurses who are putting their life on the line and fighting this disease, oh Lord, oh God, helping out patients, Lord. You protect them and give them full protection, oh Lord, oh God, when they go to their work and when they come back to their families, Lord. Let their families not be affected by this, Lord. And I pray and submit to all of them, give them the courage, Lord, as they're serving our country, Lord. Help them to go to their work and come back safely, Lord. I submit all these matters into your hands. In Jesus' name I pray. Amen. Prayer points 2. നമ്മള് സ്ഥലങ്ങളെ പ്രധാനമായിട്ട് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് രാജ്യത്തെയും മറ്റ് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റിനെ അതിനു വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നമ്മൾ Brother Varghese Kollakomal, your sound is not coming, so I am requesting Sister Anita Abraham to please pray for these points. We are praying for one country, which is Italy, and the second is one of our states, which is Gujarat. Both these places have almost the same population, 6.3 crore. And we know in Italy already 1.8 lakh people have been affected. And in Gujarat, 2,200 plus people have got confirmed. So we need to pray that God may protect both these places, people may recover. Request Sister Anita Abraham. Hallelujah. Stotram.
സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ തക്കവണ്ണം നീ ഒരുക്കിയ കൃപകളെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഹല്ലേലൂയ ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളിലും നേരങ്ങളിലൊക്കെയും കർത്താവെ നീ ഞങ്ങളെ കാത്തുപാലിച്ച കൃപയെ ഓർത്ത് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്ന നാഥ, പ്രത്യേക ഈ സമയത്ത് ഞങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടായിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർക്കുന്നു. കർത്താവെ, ഏറ്റവും ഓർത്ത് പ്രത്യേക പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമേ, അവിടെയുള്ള ജനങ്ങൾ ഹല്ലേലൂയ പ്രത്യേക കോവിഡാൽ ഭാരപ്പെടുന്ന ഈ അവസരങ്ങളിൽ ദൈവമേ, ഈ ദിവസങ്ങളിൽ തന്നെ നീ അതിനൊരു ശമനത്തെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധികം പേര് കർത്താവെ പ്രിയപ്പെട്ടവരുടെ നഷ്ടത്താല് രോഗത്താലൊക്കെയും ഭാരപ്പെടുന്ന ഈ അവസരങ്ങളിൽ നാഥ, കർത്താവെ നിന്റെ സന്നിധിയിൽ അവരെ തന്നെ സമർപ്പിക്കപ്പെട്ട് നിനക്ക് പിന്നെ അവർക്ക് നിന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്കാൻ തക്കണം വേണ്ടുന്ന കൃപകളെ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ കുറവുകളെ ഒക്കെയും കർത്താവെ നീ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. അനേകായിരങ്ങളും മണ്ണിനടിയിൽപ്പെട്ടു പോകുന്ന അവസരത്തിൽ കർത്താവ് അവർക്കൊക്കെ നിങ്കിലേക്ക് തിരിഞ്ഞു നിന്ന് കർത്താവെ നിങ്ങൾ ആശ്രയിപ്പാൻ നിങ്ങൾ ശരണപ്പെടുവാൻ തക്കമാണ് ഈ ദിവസങ്ങളിൽ വേണ്ടുന്ന കൃപകളെ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗുജറാത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദിവസങ്ങളിലെ കർത്താവെ ഒരുപോലെ തന്നെ അവിടുത്തെയും കർത്താവെ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് കർത്താവെ നീ അവരോട് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അടുപ്പുള്ള കരം തൊട്ട് കർത്താവെ രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാണനെ കൺമണി പോലെ സൂക്ഷിക്കുന്ന എന്റെ ദൈവം കർത്താവെ, പ്രിയപ്പെട്ടവരുടെ ഒക്കെയും കർത്താവെ അവരുടെ ഒക്കെ രോഗക്കിടക്കയില് കർത്താവരൊക്കെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാവുന്ന കർത്താവരെ ശുശ്രൂഷിക്കുന്നതായ മെഡിക്കൽ ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ദിവസങ്ങളിൽ അവരുടെ ഹൃദയങ്ങളിൽ നാഥ വേണ്ടുന്ന സമാധാനത്തെയും ധൈര്യത്തെയും കൊടുക്കണമേ. വീണ്ടും ഇത് ശുശ്രൂഷിക്കാൻ വേണ്ടുന്ന കൃപകളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പല ഞങ്ങളെ പ്രിയപ്പെട്ടവരും ഞങ്ങൾ അറിയുന്നവരും ഒക്കെ ആയിട്ടുള്ളവരുണ്ടല്ലോ കർത്താവെ, എല്ലാവരെയും നീ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കൂടുതൽ പേർ ദൈവത്തിലേക്ക് തിരിയുവാന് കർത്താവെ, നിന്നെ കണ്ടുമുട്ടാത്ത അനേകര് കർത്താവെ ദൈവസന്നിധിയിൽ കൂടുതൽ സമയം ചെലവിടുവാന് ദൈവത്തെ കണ്ടുമുട്ടി കർത്താവെ നിങ്ങൾ ആശ്രയിച്ച് വളരുന്ന ഒരു ജനമായി തീരുവാൻ തക്കണം കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് പ്രത്യേകം സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ഇരുപ്പാന് വചനം കേൾപ്പാനൊക്കെ വേണ്ടുന്ന കൃപകളെ തരണമേ എന്ന് പ്രാർത്ഥിക്കാവുന്ന നാഥ. എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടി തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്ര. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കണമേ. Next point, I think Brother Varghese Kolakambal is having some challenge with the internet connection. So the next point will be taken up by Brother Jomon. So Brother Jomon, these are the points for which we need to pray. We need to pray that all the people during this lockdown time may seek God, reconcile with God, renew their personal relationship with God. We should pray for the pastors and believers in small villages. Many of them are finding it very difficult to cope up with the kind of lockdown. They are financially facing challenges. In their spiritual life, they are facing challenges. So we need to pray for them. We have our people whom we are in touch with in Shivneri and Kanjurmarg. They are also having risks because of the spread of coronavirus in those areas. So we need to pray for their safety and their financial stability. We should pray for the job security of all the people in this lockdown time. Many of the ministries which are dependent on funding from people to take care of the social ministry or the spiritual ministry, we need to pray for them that the gospel may be preached through both these things, whether it is a social service that they do or they directly do the gospel's work. So Brother John Matthew, Brother Jomon, please lead us in prayer. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. സർവ്വസ്നായ പിതാവ്, നീയാൽ സ്തോത്രം കർത്താവേ. ഈ സന്ധ്യ സമയത്ത് കർത്താവ് ഞങ്ങള് സഭയായിട്ട് കർത്താവെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി വരാൻ കർത്താവ് സ്വർഗം സഹായിക്കുന്ന കർത്താവ് നീയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നാഥ, ഞങ്ങളെയും കർത്താവ് ഇത്തോളം കർത്താവ് നീ കാത്തു പരിപാലിച്ച കർത്താവെ, എല്ലാ ആപത്തും അനർത്ഥമെല്ലാം കർത്താവ് ഞങ്ങളെ വിടുവിച്ച കർത്താവ് നീയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നാഥ കർത്താവെ, അടികള് കർത്താവെ തിരുസനില് കർത്താവ് ഏൽപ്പിക്കുന്ന കർത്താവ് ഈ പ്രയം പോലീസിന്റെ കർത്താവ് അങ്ങനെ തിരുസനില് കർത്താവ് ഞങ്ങളെ ഏൽപ്പിക്കുന്ന നാഥ നീയാൽ സ്തോത്രം കർത്താവെ. ഈ ദിവസങ്ങള് കർത്താവ് അനേകര് കർത്താവ് നീയാൽ സ്തോത്രം കർത്താവെ. ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പാനും കർത്താവ്, ദൈവത്തോട് കർത്താവ് നീയാൽ സ്തോത്രം കർത്താവ്, തെറ്റുകളെ ഏറ്റു പറഞ്ഞ് കർത്താവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് നീ സ്വർഗം സഹായിക്കുമാറണം കർത്താവ്.
നീ അവരുടെ ഹൃദയത്തിൽ കർത്താവ് നീയാൽ സ്തോത്രം കർത്താവ് രൂപാന്തരം കർത്താവ് നീ കൊടുത്താട്ട കർത്താവ് നീയാൽ സ്തോത്രം കർത്താവ് ദിവസങ്ങളിൽ കർത്താവ് നാഥ അനേകർ കർത്താവ് ദൈവസനിലേ കർത്താവ് തിരിയുവാൻ കർത്താവ് നാഥ നീ കൃപ കൊടുക്കുമാറണം കർത്താവ് നാഥ നീ അവരോട് സംസാരിക്കുമാറണം കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ദിവസങ്ങൾ കർത്താവ് ദൈവത്തോടുള്ള റിലേഷൻഷിപ്പ് കർത്താവ് വർദ്ധിപ്പാൻ കർത്താവ് ദൈവസനിലേ കർത്താവ് നീയാൽ സ്തോത്രം കർത്താവ് അനേകർ കർത്താവ് അവരുടെ കർത്താവ് നീയാൽ സ്തോത്രം കർത്താവ് അടുപ്പം കർത്താവ് നീയാൽ ദൈവത്തിലേക്ക് കർത്താവ് അടുക്കുവാൻ കർത്താവ് നീ സഹായിച്ചാട്ട കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് നാഥ നീയാൽ സ്തോത്രം കർത്താവ് ഞങ്ങൾ പാസ്റ്റർമാരെ കർത്താവ് ഞങ്ങൾ തിരുസനിൽ ഏൽപ്പിക്കുന്ന കർത്താവ് കൊച്ചു വില്ലേജിനെ കർത്താവ് നീയാൽ സ്തോത്രം കർത്താവ് അവര് കർത്താവ് അവരുടെ കർത്താവ് ബിലീവേഴ്സിനെ കർത്താവ് നീയാൽ സ്തോത്രം കർത്താവ് അവരോട് കർത്താവ് സംസാരിപ്പാൻ കർത്താവ് അവർക്ക് സാധ്യമല്ലല്ലോ കർത്താവ് നാഥ ആ ബിലീവേഴ്സിന്റെ എല്ലാം കർത്താവ് വിശ്വാസം കർത്താവ് വർദ്ധിപ്പിക്കുമാറാണ് കർത്താവ് നാഥ അവര് കർത്താവ് ദൈവത്തിലേക്ക് കർത്താവ് വിട്ടുപോകാതെ കർത്താവ് നീ കാത്തു പരിപാലിക്കണം കർത്താവ് നാഥ അവരുടെ വിശ്വാസത്തെ കർത്താവ് നീയാൽ സ്തോത്രം കർത്താവ് സ്തോത്രം നല്ല ഉറപ്പിക്കുമാറാണ് കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ദിവസങ്ങൾ കർത്താവ് അനേകർ കർത്താവ് അനേക ആത്മാക്കളെ കർത്താവ് നീ വർദ്ധിപ്പിക്കുമാറാണ് കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ക്രിസ്തുവിനെ കാണുവാൻ ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കി എടുക്കുവാൻ കർത്താവ് നീ അവരെ നീ സഹായിച്ചാട്ട കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അതുപോലെ കർത്താവിടെ ശിവനേരെയും കർത്താവ് കഞ്ചൂർമാക കർത്താവ് വരുന്ന കർത്താവ് എല്ലാ ആൾക്കാരെയും കർത്താവ് എല്ലാ നീ സഹോദരങ്ങളെയും കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് നാഥ നീ അവരെ നീ അനുഗ്രഹിച്ചാട്ട കർത്താവ് നീയാൽ സ്തോത്രം കർത്താവ് അവര് കർത്താവ് വിശ്വാസത്തിന്റെ കർത്താവ് ഉറച്ചു നിൽപ്പാൻ കർത്താവ് നീ അവരെ നീ സഹായിച്ചാട്ട കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അതുപോലെ അവരുടെ കർത്താവ് സേഫ്റ്റി ഓർത്തും കർത്താവ് അവരെ ഫിനാൻഷ്യൽ നീഡ്സിനെ ഓർത്തും കർത്താവിനെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ദിവസങ്ങൾ കർത്താവ് നാഥ അവരുടെ കുറവുകളെയും കർത്താവ് അവരുടെ കർത്താവ് നീയാൽ സ്തോത്രം കർത്താവ് ആവശ്യങ്ങളെ കർത്താവ് നീ അറിയുന്നല്ലോ കർത്താവ് നാഥാ നീ അവരോട് കർത്താവ് നാഥാ നീ അവരോട് കർത്താവ് നാഥാ നീ അവരെ കർത്താവ് നീ അനുഗ്രഹിച്ചാട്ട കർത്താവ് നിന്റെ കൃപയിൽ കർത്താവ് നീ അവരെ നീ മറച്ചാട്ട കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ അതുപോലെ കർത്താവ് അനേകർ കർത്താവ് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കർത്താവ് അവരുടെ ജോലി കർത്താവ് നീ ആൽ സ്തോത്രം കർത്താവ് നാഥ അവരുടെ ജോലിയൊന്നും നഷ്ടപ്പെടാതെ പോകാതിരിക്കാൻ കർത്താവ് നീ അവരെ സഹായിക്കുമാറണം കർത്താവ് അനേക സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്നവരുണ്ട് കർത്താവ് അവരെ ഓർത്തും കർത്താവ് പ്രാർത്ഥിക്കുന്ന നീ ആൽ സ്തോത്രം കർത്താവ് നീ അനുഗ്രഹിക്കണം കർത്താവ് നീ അവരോട് കർത്താവ് മനസ്സലി മരണം കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അതുപോലെ കർത്താവ് ഞങ്ങളുടെ മിനിസ്ട്രീസിനെല്ലാം കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനേക മിനിസ്ട്രീസിലെയും കർത്താവ് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളുണ്ട് കർത്താവ് ഈ ദിവസങ്ങൾ കർത്താവ് നീ അവരെ നീ ബലപ്പെടുത്തുമാറണം കർത്താവ് അനേകർക്ക് വേണ്ടി കർത്താവ് നീ ആൽ സ്തോത്രം കർത്താവ് സഹായത്തിന് വേണ്ടി കർത്താവ് ഞങ്ങളുടെ മിനിസ്ട്രികളെ കർത്താവ് നീ ഒരുക്കുമാറണം കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നാഥ ഈ വിഷയങ്ങളെല്ലാം കർത്താവ് തിരുസനിൽ ഏൽപ്പിക്കുന്ന നാഥ നീ അനുഗ്രഹിക്കുമാറണം കർത്താവ് നാഥ ഈ വിഷയങ്ങളെല്ലാത്തിനും കർത്താവ് നീ ഉത്തരം മരുകുമാറണം കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരിക്കൽ കൂടി കർത്താവ് ഞങ്ങൾ ഏൽപ്പിക്കുന്ന പ്രാർത്ഥന നീ ആൽ സ്തോത്രം മാനവമോത്വം കർത്താവിന്റെ മാത്രം ആമേൻ ജീസസ്. We are the last set of prayer points. We have been praying for these matters. I'll request Papa Chinanti and Dallas to lead us in prayer. Pray for all the members in Mumbai and also for those who are right now at different parts of the world from our church. We have to pray for the funeral service of late brother Joseph Kurula, which will be tomorrow at New York. The details will be sent over the WhatsApp tomorrow. We will pray for brother K.M. Matthews' family as his funeral and other details are yet awaited. Pray for that family. We will pray for brother Subin Varghese in USA, who is also on ventilator. We are yet to get some information about his health, but we need to continue to pray for him. We'll pray for Sister Blessy, the wife of Pastor Anish Abraham. She's recovering from her treatment that is going on. Let us continue to pray for her health as well as their financial situation. Let us thank God for the improvement in the health of Baby Chan, his wife and daughter there in US. We'll pray for Ebu Matson and his wife who are in quarantine. Yesterday we heard about Sister Joyce, from a cousin of Brother Sabu in UAE, who's tested positive. Today her children and family members were to be tested. So we'll pray that everything comes negative for their family members. And in the end, we'll also pray for Pastor's message today. Papa Chinanti, please lead us in prayer. Hallelujah. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സമയത്ത് ഞങ്ങൾക്ക് നിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ
അവിടുന്ന് നൽകി തന്ന വലിയ സമയത്തിലായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഇത്രത്തോളം അവിടുന്ന് കാത്തു സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം. ദൈവമേ, ലോകം പലവിധമായ പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ കൂടൊക്കെ കഴിഞ്ഞുകൂടുമ്പോൾ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെ ഇത്രത്തോളം നീ കാത്തു പരിപാലിച്ചല്ലോ. ഈ നിമിഷം വരെ നിന്നെ ജീവനോട് ശേഷിപ്പിച്ച് നിന്നെ സ്തുതിപ്പാൻ നൽകി തന്ന അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ സമയത്ത് അടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ക്ഷമിക്കണമേ കർത്താവെ. ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങൾ, പല ജനം പരിഭ്രാന്തരായിട്ട് കഴിയുന്ന ഈ സമയത്ത്, ലോക നേതാക്കൾ പരിഭ്രാന്തരായി കഴിയുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തരായി കഴിയുന്ന ഈ ദിവസങ്ങളിൽ കർത്താവെ, നിന്റെ കാര്യം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുവാനല്ലാതെ ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല. നീ ഞങ്ങളെ സഹായിക്കണമേ, വിടുവിക്കണമേ. ഈ കഷ്ടത്തിൽ നിന്ന് ലോകത്തെ നീ വിടുവിക്കണമേ, രാജ്യങ്ങളെ നീ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ രാവിലെ സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്ന കർത്താവെ, വിശേഷാൽ ദൈവമേ, ജോസഫ് കുരുവിളയുടെ ഫ്യൂണറൽ സർവീസൊക്കെ ഇന്ന് കർത്താവെ, ഇന്നത്തെ ദിവസം അതിന്റെ മെമ്മോറിയൽ സർവീസ് നടക്കുന്നല്ലോ. നാളത്തെ ദിവസം കർത്താവെ ദൈവമേ, ഫ്യൂണറൽ സർവീസിലൊക്കെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. നിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവിക സമാധാനം നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്നവര് നീ സഹായിക്കണമേ. ദൈവത്തെ സമാധാനം നൽകി കൊടുക്കുന്ന വചനങ്ങൾ, അവരെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ സംസാരിപ്പാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ന്യൂയോർക്കിൽ നിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട നിന്റെ ദാസന്റെ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ, ഞങ്ങൾക്ക് ഒന്നിച്ച് നിന്റെ സന്നിധിയിൽ സന്തോഷിപ്പാനും ആരാധിപ്പാനും നൽകി തന്ന അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നിന്റെ ദാസൻ നിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നല്ലോ. അവിടുത്തെ സാന്നിധ്യം കുടുംബാംഗങ്ങളോട് ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, സുബിൻ മർഗീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതൽ വലിയ പ്രയാസത്തിലും കഷ്ടത്തിലും ഒക്കെ ആയിരിക്കുന്നു. നിന്റെ കരം താങ്ങണമേ കർത്താവെ. നിന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. നീ അത്ഭുതം പ്രവർത്തിക്കണമേ. അവന്റെ ഈ ചെറിയ പ്രായത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവിടുന്ന് അറിയുന്നല്ലോ കർത്താവെ. നീ സഹായിക്കണമേ. അനേകായിരങ്ങൾ അതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നല്ലോ. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ബ്ലസ്സി സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ ദാസിയെ നീ സഹായിക്കണമേ. ഈ രോഗത്തിൽ നിന്നൊരു വിടുതൽ നീ കൽപ്പിക്കണമേ കർത്താവെ. പല ട്രീറ്റ്മെന്റുകളൊക്കെയും ചെയ്യുന്നുണ്ടെങ്കിലും കർത്താവ് ഇതുവരെ അതിനൊരു പൂർണ്ണ വിടുതൽ ലഭിച്ചിട്ടില്ലല്ലോ. ഇതിന്റെ കരാൽ പ്രവർത്തിക്കണമേ. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ കർത്താവെ. നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിനക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ചാനെ അമ്മമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസ്യങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളെ കരങ്ങളിൽ വഹിച്ചുകൊള്ളണമേ. ഈ വാർദ്ധക്യത്തിൽ ഈ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ കരം കൂടെ ഇരിക്കണമേ കർത്താവ്. സഹിപ്പാനുള്ള കൃപ കൊടുക്കണമേ. നിന്നിൽ കൂടുതൽ ആശ്രയിപ്പാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിപൂർണ വിടുതൽ നീ നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യബുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ നീ സഹായിക്കണേ, കുടുംബമായിട്ട് സഹായിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ അവസരം നൽകി തന്നിട്ടുണ്ടല്ലോ കർത്താവെ. നിന്റെ ദാസനോട് കരുണ ചെയ്യണമേ, പിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ കരത്തിൽ വഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സിസ്റ്റർ ജോയ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരുണ ചെയ്യണമേ, വിടുവിക്കണമേ, പരിപൂർണ സൗഖ്യം കൊടുക്കണമേ. ഏതവസ്ഥയിലായിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നില്ല കർത്താവെ. നിന്റെ കരം നിന്റെ ദാസിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ആ കുടുംബത്തോട് നീ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ താഴ്മയോടെ കർത്താവെ നിന്നോട് കൂടുതൽ ആശ്രയിച്ച് ജീവിപ്പാൻ അടിയങ്ങൾക്ക് നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് പുകഴുവാൻ ഒന്നുമില്ലെന്ന്, ഞങ്ങൾക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കി നിന്റെ സന്നിധിയിൽ ജീവിപ്പാനും അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. നടക്കും ഇന്നത്തെ മെസ്സേജിനെ അനുഗ്രഹിച്ച് ഞങ്ങൾ നൽകി തരണമേ. പാസ്റ്ററെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങൾക്ക് ആശ്വാസം തരുന്ന വചനത്തിൽ കൂടെ ഞങ്ങളെ ഉറപ്പിക്കുന്ന വചനം അവിടെ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകളൊക്കെയും ചെയ്യുന്ന നിന്റെ കുഞ്ഞുങ്ങളെ, ബോംബെയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങൾ തരുന്നു. അവരെ ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളാലും നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗിൽ
സംബന്ധിക്കുന്ന എല്ലാ വാത്സല്യ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മുടെ മീറ്റിംഗിൽ ഇന്ന് 34 എന്നെ കൂടെ ഉൾപ്പെടുത്തി 34 പേര് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരെയും നിങ്ങളുടെ എല്ലാവരുടെയും മുഖം ഒരുപോലെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നിങ്ങളെല്ലാവരെയും കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മുടെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് തുടങ്ങുന്ന സമയത്ത് എനിക്ക് എത്താൻ സാധിച്ചില്ല. ഞാൻ നമ്മുടെ അഹമ്മദ് നഗറിലുള്ള ഒരു ചർച്ചിന്റെ ഒരു ലൈവ് മീറ്റിങ്ങില് 7:30 തൊട്ട് വചനം സംസാരിക്കണമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു വന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ടാണ് എത്താൻ പറ്റാഞ്ഞത്. കാര്യങ്ങൾ പ്രാർത്ഥിച്ച സമയത്ത് തുടങ്ങാനും പാടാനും ഒക്കെ കർത്താവ് ഇടയാക്കിയല്ലോ. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ ശബ്ദം എല്ലാവർക്കും കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗാവസ്ഥ, വേർപാട്, ഇങ്ങനെയുള്ള പല വിഷയങ്ങളോട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സ് നീറി ഒക്കെ നമ്മൾ ഈ ദൈവസന്നിധിയിൽ ദിവസങ്ങൾ ആയിരിക്കുകയാണ്. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ നമുക്ക് ആശ്വാസം നൽകുന്നത് ദൈവവചനമാണ്, ഉറപ്പിക്കുന്ന ദൈവവചനമാണ്. നമ്മള് മറ്റുള്ളവരിൽ നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പല കാരണങ്ങൾ കൊണ്ട് വി ആർ ബ്ലെസ്ഡ് എന്ന് പറയാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്നതിന്റെ കാരണം, കുറഞ്ഞപക്ഷം നമുക്ക് ഈ ദുഃഖവും വേദനയും ഒക്കെ ഉള്ളപ്പോഴും അന്യോന്യം അതൊന്ന് പങ്കുവെക്കുവാൻ, അന്യോന്യം നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ഒരു മുഖം കണ്ട് നമ്മളോട് കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട് എന്നൊരാശ്വാസം നമുക്ക് ലഭിക്കുന്നത് തന്നെ ഒരു വലിയ സപ്പോർട്ടാണ്. അറ്റ്ലീസ്റ്റ് വി ആർ ഏബിൾ ടു കം ഓൺലൈൻ ആൻഡ് സീ each others and just to have some time together in prayer, and also we have our chain prayer, so we are well connected with each others through prayer and through this platform. So we are remembered, or we remember each others and we are remembered by each others or others every day on a daily basis, as we have our chain prayer. And most of our people, they are naming every members who are connected to them and praying for various needs. And therefore, I really want to encourage you that you are remembered. You are taken. Your needs are taken to the presence of the Lord in prayer. So let us be encouraged. Let us have that comfort. Let us have that feeling that we are connected to Him, connected to each others. നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന പോയിന്റില് നമ്മൾ കുറച്ച് ഫിഗേഴ്സ്, കുറച്ച് നമ്പേഴ്സ് ഒക്കെ നമ്മൾ പ്രസന്റ് ചെയ്തു. ഞാൻ ആ നമ്പേഴ്സ് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. കാരണം 1,79,049 179,047 ഈ നമ്പേഴ്സ് ഏതെങ്കിലും സാധനത്തിന്റെ നമ്പേഴ്സ് അല്ല. ഇറ്റ്സ് നോട്ട് ദ നമ്പർ ഓഫ് ഇറ്റ്സ് നോട്ട് ദ നമ്പർ ഓഫ് തിങ്സ്. പിന്നെ എന്തിനെ ആ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർത്താൽ നമ്മുടെ ഉള്ളം ഒരു ഭാഗത്ത് ഉടയും. കാരണം these numbers 179,047, these numbers represent this many lives that are lost in a very short period of time. And when we come to the other number, which is the number of the people, those who are affected by coronavirus, it is 25,79,709. This ഞാൻ പറഞ്ഞ പോലെ ഇത് ഏതെങ്കിലും ഒരു കറൻസിയുടെ ഒന്നും നമ്പർ അല്ല, ഫിഗർ അല്ല. ഇറ്റ്സ് നോട്ട് റെപ്രസെന്റിംഗ് ദ ഫിഗർ. ദീസ് ഫിഗേഴ്സ് ആർ നോട്ട് റെപ്രസെന്റിംഗ് എനിത്തിങ് മെറ്റീരിയൽ. ദേ ആർ റെപ്രസെന്റിംഗ് ഹ്യൂമൻ ലൈഫ്സ്. അവിടെയാണ് നമ്മള് ദൈവസന്നിധിയിൽ നന്ദി പറയേണ്ടത്. കർത്താവ് ഇന്ന് പകലിലൂടെ എന്നെ നീ സൂക്ഷിച്ചല്ലോ. സോ വി ഹാവ് ടു ബി വെരി മച്ച് താങ്ക്ഫുൾ ടു ദ ലോർഡ് ഫോർ ഹിസ് കെയർ, ഹിസ് പ്രൊട്ടക്ഷൻ. ആൻഡ് നമ്മുടെ രാജ്യത്ത് ഈ ദിവസങ്ങളിൽ ഉയർന്നു വരുന്ന രോഗികളുടെ എണ്ണം, മരണത്തിന്റെ എണ്ണം ഒക്കെ, പോസിറ്റീവ് കേസസിന്റെ എണ്ണം വളരെ വളരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് അത് വളർന്നു വരികയാണ്. ദൈവമക്കളായ നമുക്ക്
നമ്മുടെ ഉടയവനോട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആ സ്വാതന്ത്ര്യം, ആ സ്പേസ് പ്രയോജനപ്പെടുത്തി നമുക്ക് നിലവിളിക്കാം, ഇടിവിൽ നിൽക്കാം, പിളർപ്പിൽ നിൽക്കാം. കർത്താവ് കരുണ ചെയ്യട്ടെ. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. ഞാൻ മുഖവരകൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ട ഒരു കാലമാണ്. അതുകൊണ്ട് നമ്മൾ ആത്മീയ ജീവിതത്തിന്റെ ഒരുക്കം, അതിന്റെ കാര്യക്ഷമമായ ഒരുക്കം സംബന്ധിച്ചുള്ള ചിന്തകള്, പ്രാർത്ഥനയുടെ ശക്തി, പ്രാർത്ഥന സാധ്യമാക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. 107-ാം സങ്കീർത്തനത്തിൽ നിന്ന് 2-3 ചിന്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. അതിനുശേഷം നമ്മള് ഒരു നീതിമാൻ അല്ലെ ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തിരഞ്ഞെടുപ്പ്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഹു ഈസ് എ വൈസ് മാൻ? Wise man is a person who is concerned about his spirit rather than his body and soul. Who is a wise person? A wise person who has a pattern of life where his importance and priority is more on his spirit and less on his body and soul. But unfortunately, in today's world, we see that we all are engaged, or we all have fallen to that situation where we are ignoring the spirit part, or we are not giving more importance to those warnings that are given in the Word of God about the end time, about the return of Lord Jesus Christ. And let us, Bible is full of promises. Bible is also full of warnings. Bible is a book that gives a lot of comfort. And Bible is also a book that talks about the judgment. So it's a balanced book where you can be comforted, and also that can really disturb your spirit. No, that can really give you a kind of a disturbing thoughts how God is. So we've been just discussing about the importance or identifying who is a wise person, and we have looked into the first part of it. അതിന്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ വളരെ ചുരുക്കമായി വിവരിച്ചു. ഞാൻ അതിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നില്ല. ഒന്ന്, ആത്മാവിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി, സ്പിരിറ്റ് സെന്റേർഡ് പേഴ്സൺ. മാത്രമല്ല, മുകളിലെത്താൻ കഴിയുന്ന, മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് ബുദ്ധിമാൻ. മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഞാൻ വചനത്തിലൂടെ കഴിഞ്ഞ ദിവസം ഓർമ്മിച്ചു. ഇനി അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ ബുദ്ധിമാനായ മനുഷ്യന്റെ ഒരു പ്രത്യേകത, അവൻ മുകളിലേക്ക് പോകുന്ന യാത്രയ്ക്ക് ഒരുങ്ങുന്നവനാകൊണ്ട് അവൻ നിശ്ചയമായും ഹിസ് പാറ്റേൺ, അല്ലെങ്കിൽ അവൻ ഫോളോ ചെയ്യുന്ന മുകളിലേക്ക് എന്നുള്ള ഈ ചിന്തയിൽ യാത്ര ചെയ്യുന്ന മനുഷ്യൻ നിശ്ചയമായും അവൻ ചെയ്തിരിക്കും അല്ലെങ്കിൽ ചെയ്യും എന്ന് ദൈവവചനപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അവൻ ബുദ്ധിമാനായതുകൊണ്ട് he will be doing or he must do certain thing. അത് രണ്ടാമത്തെ ചിന്ത. അവന്റെ യാത്രയിൽ മുകളിലേക്കുള്ള യാത്ര ആയതുകൊണ്ട് അവന്റെ ഭാരം അവൻ നിയന്ത്രിക്കും, കുറയ്ക്കും. he will think about the baggage that he carries. അല്ലെ, നമുക്കറിയാം. ഞാൻ 1-2 ഉദാഹരണം വളരെ വേഗത്തില് ദൈവവചനത്തിന്റെ ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൊതുവായിട്ടുള്ള 1-2 ഉദാഹരണങ്ങൾ ഞാനൊന്ന് പറയട്ടെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആൽപ്സ് മൗണ്ടൻ ആകട്ടെ, നമ്മുടെ എവറസ്റ്റ് ആകട്ടെ, ഏതുമാകട്ടെ, ഉയരം കൂടിയ പർവ്വതങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന മൗണ്ടൈനീസ് അല്ലെ പർവ്വതാരോഹണം ചെയ്യുന്ന ആളുകള്, നമുക്കറിയാം, 2 പശുക്കളെയും 3 ആടിനെയും തനിക്ക് ആവശ്യമുള്ള ഒരു 4-5 പെട്ടി ഒക്കെ എടുത്തുകൊണ്ട് പോകും. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. He won't carry any of these things. He will be carrying a bag that is the most essential things.
അതല്ലാതെ നോൺ എസെൻഷ്യലായ ഒരു വസ്തു പോലും തന്റെ യാത്രയിൽ ഉപയോഗമില്ലാത്ത ഒരു വസ്തു പോലും ആ വ്യക്തിയുടെ ഈ മൗണ്ടെയിൻ ക്ലൈംബിംഗ് യാത്രയിൽ കാണില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പഠിക്കുന്നത്, നമ്മൾ അറിയുന്നത്. കാരണം he cannot carry, അയ്യോ എനിക്കത് ചിലപ്പോൾ ആവശ്യം വന്നേക്കും, എനിക്ക് ഒരുപക്ഷെ ഇത് ആവശ്യം വന്നേക്കും എന്ന് ചിന്തിച്ച് പോകുന്നില്ല. പിന്നെന്താ, തനിക്ക് ആവശ്യം വന്നേക്കാവുന്ന ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച്, തണുപ്പ് കൂടുന്നതനുസരിച്ച്, അല്ലെ മഞ്ഞുമല ഞാൻ കടക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ളത് എന്തെന്ന് നേരത്തെ തന്നെ ചിന്തിച്ച്, അല്ലെങ്കിൽ പർവ്വതാരോഹണത്തെ കുറിച്ച് പഠിച്ച് അതിനാവശ്യമുള്ള വസ്തുക്കൾ എന്താണെന്ന് ഇതിന് മുമ്പ് കയറിയവരിൽ നിന്നോ അല്ലെങ്കിൽ സ്വയം പഠിച്ചിട്ടോ മനസ്സിലാക്കി ദ മോസ്റ്റ് എസെൻഷ്യൽ തിങ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അല്ലേ? അങ്ങനെയാണെങ്കിൽ ബുദ്ധിമാനായ മനുഷ്യൻ മുകളിലേക്കുള്ള യാത്രയിലാണെങ്കിൽ അവൻ എന്തുമാത്രമേ എടുക്കത്തുള്ളൂ? അവന്റെ ബാഗേജിനകത്തിൽ നമ്മൾ ഈ പറയുന്ന പലതും കാണത്തില്ല. നമ്മുടെ ബാഗേജിൽ ഇപ്പോൾ ഉള്ള പലതും കാണത്തില്ല. എന്താ കാര്യം? they are something that can give us that can take our comfort away. ഈ യാത്രയിൽ നമ്മൾ പൊതുവിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു വരുന്ന ഒരു പദമാണ് ലെസ് ലഗേജ് മോർ കംഫർട്ട്, അല്ലെ? ലെസ് ലഗേജ് മോർ കംഫർട്ട്. ഒരു യാത്രയിൽ എപ്പോഴും നമ്മുടെ യാത്ര സുഗമമാകാൻ നമുക്ക് ആവശ്യമായത് ആ യാത്രയ്ക്ക് അനിവാര്യമായ ഒഴിച്ചുകൂടാൻ കഴിയാത്ത വസ്തുക്കളെ മാത്രം എടുക്കുന്ന വ്യക്തിക്കാണ് ആ യാത്ര ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സമയബന്ധിതമായിട്ട് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ദൈവ പൈതലേ, ബുദ്ധിമാന്റെ ജീവയാത്ര മുകളിലേക്കാണെങ്കിൽ അവൻ ആ മുകളിലേക്കുള്ള യാത്രയിൽ എന്തു മാത്രമേ ക്യാരി ചെയ്യത്തുള്ളൂ? ദ മോസ്റ്റ് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ഹിസ് ലൈഫ്. അതേപോലെ തന്നെ വിവരിക്കുന്നില്ല. ഒരു ഉദാഹരണം അതിനോട് ബന്ധപ്പെട്ട് പറയാം. വി ഹാവ് അസ്ട്രോണറ്റ്സ്, അല്ലെ? ബഹിരാകാശ യാത്രക്കാരൻ. നമുക്കിന്ന് എല്ലാ രാജ്യങ്ങളും പോയി നിൽക്കുന്ന സ്പേസ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. 205 ദിവസം അല്ലെങ്കിൽ 200 ദിവസം ഒക്കെ ഈ സ്പേസ് സ്റ്റേഷനിൽ പോയി നിന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിട്ടുള്ള യാത്രികരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരിവിടുന്ന് 1 കിലോ ആട്ടുകപ്പയും 10 കിലോ കുത്തരിയും ഒന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെന്താ കൊണ്ടുവന്നത്? ക്യാപ്സൂൾ ആയിട്ടുള്ളത്. ഒരുപക്ഷെ അവരാദ്യം പരിശീലിക്കേണ്ടത്, ഞാൻ വിവരിച്ചാൽ സമയം പോവും, ദൈവവചനത്തിലേക്ക് വരണം. അവരാദ്യം പരിശീലിക്കേണ്ടത് എന്തുവാ? ഈ രാവിലെ എഴുന്നേറ്റ്, നമുക്കൊക്കെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമ്പോ ആദ്യം ഒരു ബെഡ് കോഫി കിട്ടിയില്ലേ നമുക്കൊരു പരവേശമാണ്, അല്ലേ? എന്നാൽ ഈ അസ്ട്രോണന്റിന് ബെഡ് കോഫി ഇല്ല. എന്താ കാര്യം? അവനിങ്ങനെ തിന്ന് വയറ് വീർത്ത ആ വയറ് ചൊട്ടുമ്പോ അവനുണ്ടാകുന്ന വിശപ്പിനെ അടക്കാനാണ് ആദ്യം അവൻ പഠിക്കുന്നത്. പിന്നെ എന്തുമാത്രവും പഠിക്കുന്നത്? വിശന്നോട്ടെ, എനിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ആവശ്യമുള്ള 1-2 ക്യാപ്സൂൾ, ദാറ്റ്സ് ഓൾ ഐ നീഡ്. കാരണം എന്താ? ഞാൻ എവിടാ താമസിക്കുന്നത്? ഞാൻ താമസിക്കുന്ന ഒരു സ്പേസ് സ്റ്റേഷനില്ല. അവിടെ എന്തില്ല? അവിടെ കുത്തരിയില്ല, പച്ചരിയില്ല, ആട്ടയില്ല, ചപ്പാത്തി ഇല്ല, ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നുള്ളൂ? ഹി ഈസ് ക്യാരിയിങ് ഓൺലി 200 days, 100 days, whatever be the number of days he is planning to stay in the space station or in the space shuttle. He carries only those things which are very essential. അവന്റെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നു, അവന്റെ ആഹാരത്തെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നു, അവന്റെ ലോകവുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം, അവന്റെ വികാരങ്ങളെ 200 ദിവസം അവിടെ കഴിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. അപ്പൊ മനസ്സിലാക്കി എന്തുവാ? അവന്റെ ഭാര്യയെ കുറിച്ച്, അവന്റെ ചിന്തയെ കുറിച്ച്, അവന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവിടെ കിടന്ന് അലറി വിളിച്ച് താഴോട്ട് പോകണമെന്ന് പറഞ്ഞാൽ പോരാൻ പറ്റുന്ന സ്ഥലമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവന്റെ വിശപ്പിനെ കൺട്രോൾ ചെയ്യണം, അവന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാം. മാത്രമാണോ ഈ പോകുന്ന മനുഷ്യൻ ആദ്യം എടുക്കുന്ന തീരുമാനം എന്തുവാ? ഞാൻ ഈ മുകളിലേക്ക് പോയിട്ട് തിരിച്ച് 200 ദിവസം കഴിഞ്ഞ് ഭൂമിയിൽ ജീവനുള്ള ഒരു മനുഷ്യനായി വരുമോ എന്ന് ഉറപ്പില്ലാതെ മരണമെങ്കിൽ മരണമെന്ന് തീരുമാനിച്ചിട്ടാ പോകുന്നത്. So he has taken a decision that he is not afraid of life, he is not afraid of death, he is not fearful of his appetite. നോക്കണേ, അപ്പൊ ഒരു അസ്ട്രോണന്റ്, ഒരു സ്പേസ് സ്റ്റേഷനിൽ താമസിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മുമ്പ് പറഞ്ഞത് ഒരു മൗണ്ടനിയറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവരൊക്കെ എന്തുവാ ചെയ്യുന്നത്? ആവശ്യമുള്ളത് മാത്രം ക്യാരി ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞാൻ ഈ ചിന്ത നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ മുകളിലേക്കുള്ള യാത്രയ്ക്ക് നമ്മൾ വളരെ അടുത്തെത്തിയിരിക്കുക.
അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ യാത്ര അല്ലെ മുകളിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ഇറ്റ്സ് എ ടൈം ഇറ്റ്സ് വെരി ക്ലോസർ വേർ വി ആർ ഗോയിങ് ടു ലിസൺ ദ ട്രംപറ്റ്, where we are going to transform, where we are going to, the dead one in Christ will be resurrected. The others, those who are alive, will be transformed into the likeness of Jesus Christ. So we are very closer to the trumpet call. We are very closer to those days. In one of these days, I think in our own time, we will listen that trumpet call. നമ്മൾ നമ്മുടെ ബാഗേജ് ഒന്ന് പരിശോധിച്ചിട്ട് മുകളിലേക്കുള്ള ഈ യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന, മുകളിലേക്ക് യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്ന നമ്മുടെ ലഗേജ്, നമ്മുടെ ഭാരം കുറച്ചിട്ടുണ്ടോ? If we are not removing those things which can, no, നമ്മള് പറയുന്നത് എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന, ഞാൻ ഈ ചിന്തയെ കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ദൈവവചനത്തിന്റെ വാക്യങ്ങൾ മാത്രം പറഞ്ഞു വേണേ പോകാം. പക്ഷെ അത് പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് ആ ചിന്ത നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് പതിയാൻ വേണ്ടിയാണ് ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുകളിലേക്ക് ശ്രദ്ധിച്ച് നമുക്ക് മുൻപിൽ ഓട്ടം തികച്ചു പോയ ഭക്തന്മാരുടെ വലിയൊരു സംഘം, a cloud of witness is we are surrounded by a cloud of witnesses. And also we have our Lord who has completed his race. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു പൂർത്തി വരുത്തി അവിടെ എത്തിയിരിക്കുകയാണ്. ആ കൊലോസ്യ ലേഖനം 1:1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന സ്ഥലത്തുള്ളത് അന്വേഷിച്ച് കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ മുകളിലേക്ക് പോകാൻ വേണ്ടി പോയി കാത്തിരിക്കുന്ന ദൈവമക്കളാണ്. അതിനുള്ള നാളും നാഴികയും അടുത്തു വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സകലവും, everything that is heavy, everything that burdens us, everything that burdens us, everything that make our journey disturbed, everything that make our journey so difficult, let us lay aside, let us throw away those heavy burdens that can pull us back. അതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ പ്രത്യേകത. നമ്മൾ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളും തീരുമാനങ്ങളും നമ്മൾ ബുദ്ധിമാന്മാരായി മാറുന്നു എന്നതിന്റെ ഒന്നാമത്തെ തെളിവ് നമ്മുടെ ആത്മാവിനെ ബന്ധിപ്പിക്കുന്ന മുകളിലേക്ക് പോകുന്ന വിഷയങ്ങളോട് ബന്ധപ്പെട്ട് നമ്മുടെ ചിന്തയും. രണ്ടാമത്, നമ്മൾ മുകളിലേക്ക് പോകുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിലാണെന്നുള്ളതിന്റെ രണ്ടാമത്തെ തെളിവ് നമ്മുടെ ബാഗേജിന്റെ ഭാരം കുറയ്ക്കുന്നു എന്നതാ രണ്ടാമത്തെ തെളിവ്. ഞാൻ ദൈവവചനത്തിൽ 1-2 വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 21-ാം വാക്യം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 33 വേഴ്സ് 21. അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും. തണ്ടുവെച്ച പടക് അതിൽ കടക്കയില്ല, പ്രതാപമുള്ള കപ്പൽ. നോക്കണേ ഇവിടെ നമ്മളെ പിതാവായ ദൈവം ഇസ്രായേലിന്റെ ഉദ്ധാരണത്തോട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു ദൈവവചന ഭാഗമാണ്. അവിടെ ഇസ്രായേലിന്റെ ദൈവം ഉദ്ധരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്ന സമയത്ത് ആരായിരിക്കും അവിടെ പറയുകയാണ്, അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും. വീതിയുള്ള നദികളും തോടുകളും താഴെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? കപ്പലുകൾ പാസ് ചെയ്യാന്, പടക് പാസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഈ യാത്രയില് തോടുകൾക്ക് പകരം ആരായിരിക്കും? നദികൾക്ക് പകരം ആരായിരിക്കും? ആരുടെ ത്രൂ ആയിരിക്കും നമ്മൾ കടക്കുന്നത്? യഹോവയായ ദൈവമായിരിക്കും വീതിയുള്ള തോടുകൾക്കും നദികൾക്കും പകരമായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നദിയിലൂടെ അല്ലെങ്കിൽ ആ തോടിലൂടെ എന്തിനു പോകാൻ പറ്റത്തില്ല? തണ്ടുവച്ച പടക്. വലിയ തണ്ടുവച്ചെന്ന് പറഞ്ഞാല് വലുതെല്ലാം കെട്ടി ചേർത്ത് വെച്ചിരിക്കുക. ഈ സാധനത്തിനെ കണ്ടാലേ അറിയാം എന്തോ വലിയ സാധനങ്ങളെല്ലാം ഇതിനകത്തിൽ കെട്ടി വെച്ചിരിക്കുക. തണ്ടുവച്ച പടക്. പിന്നെന്താ? പ്രതാപമുള്ള കപ്പൽ. പ്രതാപമുള്ളത് എന്ന് പറയുമ്പോ ഈ ചില സാധനങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ നമുക്കറിയാം ഈ സമുദ്രത്തിൽ ഓടുന്ന യാനങ്ങള് എല്ലാ യാനങ്ങൾക്കും എല്ലാ തുറമുഖത്തിലും അടുക്കാൻ പറ്റത്തില്ല. വളരെ ലക്ഷറിയസ് ആയ കപ്പലുകളൊക്കെ നമ്മുടെ സാധാരണ ചെറിയ തുറമുഖങ്ങളിൽ അടുക്കത്തില്ല. എന്താ കാര്യം? അതിന് കടലിന്റെ ആഴം, കടലിന്റെ ആ തുറമുഖത്തിന്റെ ആ ഷേപ്പ്, ആ തുറമുഖത്തിന്റെ ഫെസിലിറ്റി അനുസരിച്ച്
ഈ കപ്പലിന് എന്തറിയാൻ പറ്റും? ഒരു പക്ഷേ 2 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് അവിടെ നങ്കൂരം ഇട്ടിട്ട് അവിടെ നിന്നുള്ള ആളുകളെ ചെറിയ കപ്പലിലോ ചെറിയ ബോട്ടിലോ ഈ തുറമുഖത്തേക്ക് കൊണ്ടുവരിക ചെയ്യുന്ന കാര്യം എന്നാ? ദിസ് ഹ്യൂജ് ഷിപ്പ് കനോട്ട് കം ടു ദിസ് സ്മോൾ പോർട്ട്. എന്നതുപോലെ ഇവിടെ നമ്മൾ കാണുകയാണ്, ഈ പ്രതാപമുള്ള കപ്പൽ, തണ്ടുവച്ച പടക് ഇതിനെ കടക്കത്തില്ല. യഹോവ തോടുകൾക്ക് പകരവും നദികൾക്ക് പകരവും ആയിരിക്കുന്നിടത്ത് ഇതിനെല്ലാം കടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇഫ് യു റിയലി വാണ്ട് ടു പാസ് ത്രൂ, കർത്താവിലൂടെ കടന്ന് അക്കരെ എത്തണമെങ്കിൽ, യഹോവയായ ദൈവത്തിന്റെ മഹിമ കണ്ട് അവനിലൂടെ കടന്ന് അക്കരെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പ്രതാപമുള്ളതെല്ലാം മാറ്റിയിട്ട്, തണ്ടുവച്ചതെല്ലാം മാറ്റിയിട്ട് ഇതിലൂടെ കടക്കാൻ പറ്റുന്ന പരുവത്തിൽ അങ്ങോട്ട് ചെല്ലണം. കർത്താവ്, ഞാൻ പറഞ്ഞല്ലോ, ദൈവം അതിന് ഈ ചിന്തയോട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ ലഗേജ് എത്രയും ആകാം എന്നതിനെ കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദൈവവചനത്തിൽ കർത്താവ് പറഞ്ഞത് എന്താ? കർത്താവ് ഈ ഭൂമിയിൽ ശിഷ്യന്മാരോട് ഇരുന്ന സമയത്ത് പറഞ്ഞത്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പീൻ. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ കൊറോണ പീരീഡിൽ എന്താ ഭാഷ ഇങ്ങനെയൊക്കെ പറയുന്നേ? പക്ഷെ ഇതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ. എന്താ കാര്യം? നമുക്കൊക്കെ നമ്മുടെയൊക്കെ ബാഗേജിനകത്തിൽ എന്തുണ്ട്? അൺഫോർച്ചുനേറ്റ്ലി നമുക്കെല്ലാം ഉണ്ട്. വലിയ ഹെവി ബേർഡൻ വലിച്ചുകൊണ്ട് നമ്മൾ പോവുക. പക്ഷെ നമുക്ക് എന്തേ ആവശ്യമുള്ളൂ? കർത്താവ് ലാസറിന്റെ വീട്ടിൽ മാർത്തയോടും മറിയോടും സംസാരിക്കുമ്പോൾ മറിയോട് പറഞ്ഞത്, അല്പമേ വേണ്ടൂ, ഒന്നു മതി. പ്രൈസല്ലോ. അപ്പൊ വേണ്ട, ഒത്തിരി വേണ്ട, ഒന്നു മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ദേഹവും ദേഹിയും സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ഒത്തിരി വേണം. കാരണം ദേഹിക്ക് എന്ത് വേണം? ദേഹിക്ക് ആനന്ദം വേണം. ആനന്ദത്തിന് എന്ത് വേണം? ആനന്ദത്തിന് ആനന്ദം നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ വേണം. ഇഫ് യു റിയലി വാണ്ട് ടു ബി എ പേഴ്സൺ വിത്ത് മെറി, എവറിത്തിങ് ദാറ്റ് മേക്ക് മെറി, ലെഷേഴ്സും പ്ലഷേഴ്സും ആവശ്യമുള്ള ആളുകൾക്ക് ലെഷേഴ്സും പ്ലഷേഴ്സും നൽകുന്ന എല്ലാം വേണം. അപ്പൊ ലോട്ട് ഓഫ് തിങ്സ് യു ഹാവ് ടു ക്യാരി. പിന്നെ ദേഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന, രാവിലെ ബെഡ് കാഫി തൊട്ട് വൈകുന്നേരം രാത്രി 10 മണി വരെ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എന്നാ വേണം? ഒരു ഇച്ചിരി 2 റൊട്ടി മാത്രം പോരാ. പിന്നെ എന്ത് വേണം? പുള്ളിക്ക് ആവശ്യമുള്ളതെല്ലാം വേണം. അതുകൊണ്ട് പുള്ളിയുടെ സ്റ്റോറിനകത്തിൽ അധികം വേണം. അപ്പൊ ദേഹത്തെ കുറിച്ചും ദേഹിയെ കുറിച്ചും മാത്രം ചിന്തിക്കുന്ന വ്യക്തിക്ക് എന്ത് വേണം? ഒത്തിരി വേണം. ആത്മാവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വ്യക്തിയെ കുറിച്ച് ആ കർത്താവ് പറഞ്ഞത്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്ത്, അവർക്ക് എന്ത് മതി? അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. കർത്താവ് പറഞ്ഞു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പി. സദൃശ്യവാക്യം 30-ാം അധ്യായത്തിൽ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുമ്പോൾ, യാക്കയുടെ വചനങ്ങൾ എന്ന് പറയുന്ന 30-ാം അധ്യായത്തില് യാക്ക എന്ന് പറയുന്ന ആ ജ്ഞാനിയായ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെ വായിക്കാം. 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുത്. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ. ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ വൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. യു സീ, എ മാൻ ഹു ഈസ് വൈസ് ഈസ് ആസ്കിങ് 2 things. യാക്കെ ദൈവത്തോട് ചോദിക്കുന്ന 2 കാര്യം, 2 കാര്യം ചോദിക്കുന്നുള്ളൂ. എന്താ? ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ എനിക്ക് നിത്യവൃത്തിക്കുള്ളത്, എനിക്ക് കൂടുതൽ ഉണ്ടായിട്ട് ദൈവം ആരാന്ന് ചോദിക്കാനും. നമുക്ക് പലപ്പോഴും, ഞാൻ വിവരിക്കാൻ സമയമില്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. നമ്മളൊക്കെ പലപ്പോഴും പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസല്ലോ. നമുക്കൊക്കെ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും ഒക്കെ സമയം, നമുക്ക് അവസരങ്ങളൊക്കെ അധികം കിട്ടുമ്പം നമ്മള് പലപ്പോഴും ഇതല്ലേ പറയുന്നത്, നമുക്ക് നിത്യവൃത്തി തന്നി നമ്മളെ കാത്തിരുന്നെങ്കിൽ ദൈവം ആരെന്ന് ചോദിക്കത്തില്ല. ഈ സൺഡേ ആരാധനയ്ക്ക് പോയില്ലേ എന്നാ എന്ന് ചോദിക്കത്തില്ല. അല്ല, ഇതൊക്കെ കണ്ടില്ലേ എന്നാ എന്ന് ചോദിക്കത്തില്ല. ഇതൊക്കെ നമ്മൾ നമ്മൾ പലപ്പോഴും വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് റോങ് ഇഫ് ഐ സ്കിപ്പ്? What is wrong if I don't do this? What is wrong if this is the way that I am doing it? No, we are trying to please God in a way that we like. We try to say that this is the way that I really want to please him. If you want to accept it. Otherwise, this is the way that I want to do. I will come. ഞാൻ ഇപ്പോഴേ വരത്തുള്ളൂ, ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ. നോ, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രസാദിപ്പിക്കുന്നവനെ അല്ല ദൈവം. പിന്നെന്താ? കർത്താവിനെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രസാദിപ്പിക്കുന്നവരായി മാറണമെന്ന് കർത്താവ് നമ്മളോട്. അതുകൊണ്ട് യാക്കെ പറയുകയാണ്, 2 കാര്യവും നിന്നോട് ചോദിക്കുന്നുള്ളൂ. എന്താ? ദാരിദ്ര്യവും സമ്പത്തും എനിക്ക്, ഇത് 2 എനിക്ക് വേണ്ട. പിന്നെ എന്താ എനിക്ക് വേണ്ടത്? അന്നന്നത്തേക്കുള്ള നിത്യവൃത്തി. പ്രൈസല്ലോ. അതെപ്പോഴും നന്ദിയുള്ള ജീവിതം. ഞാൻ വളരെ വേഗത്തിൽ എന്റെ ചിന്തയിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചിന്തിച്ചത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ന്റെ
21 വാക്യമാണ്. യഹോവയാണ് നമുക്ക് നദികൾക്കും തോടുകൾക്കും പകരമായിട്ട് അവിടെ ഉള്ളത്. അവിടെ എന്ത് കിടക്കത്തില്ല? തണ്ടുവെച്ച പടക് കിടക്കത്തില്ല, പ്രതാപമുള്ള കപ്പൽ കിടക്കത്തില്ല. പിന്നെ എന്താ? പ്രതാപമൊക്കെ മാറ്റിവെച്ചിട്ട്, വലിയ പടപ്പും പൊങ്ങലും ഒക്കെ മാറ്റിവെച്ചിട്ട്, ആവശ്യമുള്ളത് മാത്രം എടുത്തോണ്ട് ഞാൻ കർത്താവിന്റെ അടുക്കിലേക്കാ പോകുന്നേ, ഇതെല്ലാം കാണുന്നവന്റെ ത്രൂ ആണ് ഞാൻ പാസ് ചെയ്യുന്നത് എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ പ്രതാപമെല്ലാം മാറ്റിവെച്ചിട്ട്, ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ആഗ്രഹിച്ച ഒത്തിരി വളരെ റെലവെന്റ് ആയിട്ടുള്ള ഇലുസ്ട്രേഷൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ കട്ട് ചെയ്യുക, സമയമില്ല. അപ്പോൾ നമ്മളിവിടെ അതിനോട് ബന്ധപ്പെട്ട് ഒരു ചിന്ത കൂടെ വളരെ വേഗത്തിൽ പറയാം. സമയം ലഭിച്ചില്ലെങ്കിൽ അവസാനിപ്പിച്ച് അടുത്ത ദിവസം നമുക്ക് ബാക്കി ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും, ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക് ചാപ്റ്റർ 19 വേഴ്സ് 16 to 26 ആൻഡ് മാത്യു ചാപ്റ്റർ 24 അതേ ചിന്ത പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. ഈ രണ്ട് ചിന്തകള് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് ഇങ്ങനെയാണ്. മത്തായി സുവിശേഷം 19-ന്റെ 16 തൊട്ട് 26 വരെ, ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 25 ഫോളോയിങ്. ഇതാണ് ഞാൻ പറഞ്ഞ റെഫറൻസ്. ഞാൻ ആദ്യം പറഞ്ഞിട്ട് തെറ്റിയാ പറഞ്ഞത്. ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 25 ഫോളോയിങ് ആൻഡ് മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 16 to 26. ഈ രണ്ട് ഭാഗത്തും നമ്മൾ കാണുന്ന ഒരു ധനികനായ മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു നീതിമാനായ മനുഷ്യൻ, അല്ലെങ്കിൽ ലോയർ ഓഫ് ദ ലോ, അവന് ദൈവസന്നിധി കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കർത്താവ്, എനിക്ക് മുകളിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. ഞാൻ ഇത്രയും നാളും ഒക്കെ ഈ ലോകത്തിലൊക്കെ ഇങ്ങനെ ജീവിച്ചു പോയി, എനിക്ക് ഒത്തിരി ധനമുണ്ട്, എനിക്ക് ആവശ്യത്തിനുള്ളത് എല്ലാം ഉണ്ട്, ഇനി ഞാൻ ഇതെല്ലാം വിട്ടിട്ട് മുകളിലേക്ക് പോകാനുള്ള ഒരു താല്പര്യത്തോടെ വന്നിരിക്കുക. അതുകൊണ്ട് ചോദ്യം എന്തുവാ ചോദിച്ചേ? എന്തോ ചോദിച്ചത്? നമുക്കറിയാം, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതിന്റെ നമ്മൾ പറഞ്ഞ ചിന്തയോട് ബന്ധപ്പെട്ട് പറയണം, മോളോട്ട് പോകാനുള്ള വഴി എന്തുവാ? കർത്താവ് പറഞ്ഞു മോളോട്ട് പോകാൻ വഴിയുണ്ട്. മോളോട്ട് പോകാനുള്ള വഴിയെല്ലാം അവൻ പറഞ്ഞു. അപ്പൊ വഴിയൊക്കെ കേട്ടു. അവൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ഇതൊക്കെ എന്ത് ചെയ്യാം? ഇതൊക്കെ എനിക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്, ഇതൊക്കെ ഞാൻ ചെറുപ്പം തൊട്ട് ചെയ്യുന്നുണ്ട്. certain ruler asked, saying, good master, what should I do, or what shall I do to inherit the eternal life? So he started thinking about his eternal life. He started thinking about his upward journey. He started thinking about his journey towards heaven. So he was so serious about thinking about it. So he came to Jesus and asked, Lord, what shall I do? He said, these are the things that you have to do. Follow this, follow this, follow this. He said, no, I'm following all these things. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇപ്പൊ നിനക്ക് ഒരു കുറവുണ്ട്. എന്തുവാ കുറവ്? നിനക്ക് ഒത്തിരി സമ്പാദ്യമുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട്, ഇതെല്ലാം വിറ്റിട്ട് നീ ആർക്ക് കൊടുക്കണം? ദരിദ്രന്മാർക്ക് കൊടുക്കണം. ദരിദ്രന്മാർക്ക് കൊടുക്കുന്നുണ്ടെ എന്താ ചെയ്യുന്നത്? നമ്മളവിടെ കാണുന്നത് ഇങ്ങനെയാണ്, സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും. അപ്പോൾ ദൈവപ്രവൃത്തിക്ക് വേണ്ടി അവന്റെ സമ്പാദ്യം മുഴുവൻ, അല്ലെങ്കിൽ അവന്റെ ശരീരത്തിനും ദേഹത്തിനും ദേഹിക്കും ആവശ്യമായത് കരുതിയത് മുഴുവൻ സ്പിരിറ്റ് പാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. Whatever he has stored for his body and soul, he has to convert it to the spirit part. അതെങ്ങനെ? നമ്മൾ ഈ ശരീരത്തിനു വേണ്ടി നേടിയത്, നമ്മുടെ ദേഹിക്ക് വേണ്ടി നേടിയത്, നമ്മുടെ സ്പിരിറ്റിന് വേണ്ടി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ പ്രത്യേകത. നമുക്ക് ഈ ലോകത്തിലുള്ളതെല്ലാം നമുക്ക് നമ്മുടെ ആത്മാവിന് വേണ്ടി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആത്മാവിന് വേണ്ടി കൺവേർട്ട് ചെയ്യാനുള്ള വഴിയാ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം നീ ചെയ്യണം, ഇന്ന രീതിയിലൊക്കെ ചെയ്യണം. ഇത് ദൈവരാജ്യത്തിലേക്ക് നിന്റെ ആത്മാവ് പോകുന്ന, നീ നിത്യജീവനിലേക്ക് പോകാനാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിത്യജീവനിൽ എത്തുമ്പോൾ അവിടേക്ക് ഇത് കൺവേർട്ട് ചെയ്യണം. അവിടേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? നിന്റെ ബോഡിയും സോളിനെ കുറിച്ചുള്ള നിന്റെ ചിന്തയെ വിടും. പിന്നെ നിനക്ക് എന്തു പറ്റും? പിന്നെ വന്ന്, നമ്മള് തെറ്റായി പഠിപ്പിക്കരുത്, ദാനധർമ്മം ചെയ്യുന്നതുകൊണ്ട് സ്വർഗത്തിൽ പോകുന്ന കർത്താവ് ഇവിടെ പഠിപ്പിച്ചില്ല. പിന്നെ എന്താ പറഞ്ഞേ? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് നിന്റെ സ്പിരിറ്റ് പാർട്ടിലേക്കും ഹെവൻലി പാർട്ടിലേക്കും നിന്റെ ഈ സ്വത്തെല്ലാം കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഫോളോ മീ. സോ ഫോളോയിങ് is the most important part of reaching the eternal life. യേശുക്രിസ്തുവിനെ പിൻപറ്റാതെ ആർക്കും നിത്യജീവനിലെത്താൻ പറ്റത്തില്ല. അപ്പൊ യേശുക്രിസ്തുവിനെ പിൻപറ്റി നിത്യജീവനിലേക്ക് മുകളിലേക്കുള്ള വഴി പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യത്തെ അവൻ പറഞ്ഞു, ഇതിനെ എന്ത് ചെയ്യണം? ഒരു കൺവേർഷൻ നടത്തണം. പ്രൈസല്ലോ. ഞാൻ കുറച്ചു വർഷം കുവൈറ്റിലെ കർത്താവിന്റെ വേല ചെയ്തു. അപ്പൊ അവിടെ എനിക്ക് കിട്ടുന്ന നന്മ, അല്ലെങ്കിൽ ദൈവമക്കൾ എനിക്ക് തരുന്ന അവിടുത്തെ കറൻസിയിലാണ്. ഞാൻ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ്
അവിടുത്തെ കറൻസി എല്ലാം ഞാൻ എന്ത് ചെയ്തു? ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തു. കാര്യം എന്നാ, ഞാൻ അവിടുന്ന് കുറച്ച് കുവൈറ്റിലേക്ക് കേടി എടുത്തോണ്ട് ഇവിടെ വന്നാല് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കൊടുത്താൽ അത് എടുക്കത്തില്ല. അഥവാ എടുത്താൽ തന്നെ എനിക്ക് വേണ്ട വില കിട്ടുന്നത്. അതുകൊണ്ട് ഇത് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ എന്ത് ചെയ്തു? കൺവേർഷൻ നല്ല വിലയ്ക്ക് കൺവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടു. എന്ന് പറഞ്ഞ പോലെ കർത്താവ് പറയാണ് ഇതെല്ലാം കൺവേർട്ട് ചെയ്തോണം. കൺവേർട്ട് ചെയ്ത് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ചിന്ത ഒന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്താ കാര്യം? തന്നെ എല്ലാം ഇപ്പൊ ഇവിടെ കിടക്കുക അല്ലെ. ഞാൻ എന്റെ ഉദാഹരണം പറഞ്ഞില്ല, ആ ഉദാഹരണത്തിന്റെ ബാക്കി തന്നെ പറയാം. ഞാൻ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സമയമായണേ എന്റെ ചിന്ത എന്തുവാ? ഇപ്പൊ എനിക്ക് എന്തില്ല, എനിക്ക് കുവൈറ്റിൽ ഇനി ഒന്നും ഇല്ലേലും കുഴപ്പമില്ല. കാര്യം എന്നാ, എന്റെ കയ്യിലുള്ളതിൽ ഇപ്പൊ എവിടെ എത്തി? എനിക്കിനിയിപ്പൊ എങ്ങോട്ട് പോകാനുള്ള തിരക്കാ. സമയം കഴിഞ്ഞപ്പോ ഞാൻ എങ്ങോട്ട് പോകാനാ തിരക്ക് പിടിക്കുന്നത്? ഇന്ത്യയിലോട്ട് പോകാൻ കാര്യം എന്നാ, എന്റെ സമ്പാദ്യം മുഴുവൻ ഇപ്പൊ എവിടാ? കുവൈറ്റിലല്ല, ഇന്ത്യയില. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദ്യം മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു തിരക്കാ. എന്താ തിരക്ക്? സമ്പാദ്യം ഉള്ളിടത്തോട്ട് പോകാനുള്ള തിരക്കാ. ദൈവമക്കളെ, ഈ ദിവസങ്ങളില് നമുക്ക് തിരക്കില്ലെങ്കിൽ, ഇഫ് യു ആർ നോട്ട് സോ ബിസി വിത്ത്, ഇഫ് യു ആർ നോട്ട് സോ വറീഡ് അബൌട്ട് ഇറ്റ്, അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മുടെ സമ്പാദ്യം അങ്ങോട്ട് പോയിട്ടില്ല. കാര്യം ഇവിടെ കിടക്കുക. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വലിയ താല്പര്യമില്ല. നാം ബുദ്ധിമാനായ മനുഷ്യൻ പറയാ, എന്റെ ചിന്ത മുഴുവൻ അവിടെയാ. എന്താ കാര്യം? ഞാൻ മുകളിലേക്കാ പോകുന്നത്. ഞാൻ എന്റെ ഭാരം ഓരോ ദിവസവും കുറയ്ക്കുക. അതിനോട് ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞ ഉദാഹരണം ദൈവം എന്ന് വെച്ചാൽ നമുക്ക് നാളെ ചിന്തിക്കാം. എല്ലാ ദൈവമക്കളും നിങ്ങളുടെ കണ്ണുകളെ നടച്ചാട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന ചിന്ത, നമ്മുടെ നിത്യതയുടെ നാളുകൾ അടുത്തു, നമ്മുടെ കർത്താവിന്റെ വരവിനുള്ള നാളുകൾ നമ്മൾ അടുത്തു, നമ്മുടെ അരുമനാഥൻ കാഹളധ്വനിയോടെ നമ്മളെ ചേർക്കുവാൻ വരുന്ന നാളുകൾ അടുത്തു. നമ്മളെ ഇതിൽ ലോകത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തീരുവാൻ അടുത്തു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികള്, കണ്ണുനീര്, ദുഃഖമെല്ലാം മാറിയിട്ട് ഈ ദിവസങ്ങളിൽ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകളുണ്ട്. നമുക്ക് കടക്കുവാൻ കഴിയാത്ത പ്രളയം, നമുക്ക് കടക്കുവാൻ കഴിയാത്ത മഹാമാരി എന്തായി തീരുമെന്നുള്ള ചിന്ത എല്ലാം നമ്മൾ ഒരു ഭാഗത്ത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ മറുഭാഗത്ത് നമുക്കൊരു ധൈര്യമുണ്ട്. എന്റെ അരുമനാഥൻ വരും, കാഹളധ്വനിയോടെ അവൻ വരും, ദൈവത്തിന്റെ ദൂതന്മാരുടെ ശബ്ദത്തോടെ അവൻ വരും. അവന്റെ കാഹളം ധ്വനിക്കുമ്പോൾ എനിക്ക് ഈ ലോകത്തില് ആശയില്ല. ഇവിടെയുള്ള എന്റെ കൂടാരത്തിന്റെ കുറ്റികളെല്ലാം ആശ പാശമാകുന്ന എല്ലാ കുറ്റികളും പറിച്ചുകൊണ്ട് ഞാൻ എന്റെ അരുമനാഥന്റെ അടുക്കലേക്ക് പോകും എന്നൊരു ധൈര്യവും പ്രത്യാശയും ഈ ദിവസങ്ങളില് പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിക്കാം. ബുദ്ധിമാന്റെ ജീവയാത്ര മുകളിലേക്കാകുന്നു. മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതില്, മുകളിലേക്ക് പോകുവാൻ കഴിയുന്നതില് ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു മനുഷ്യനാണ് ബുദ്ധിമാൻ. ഈ ദിവസങ്ങളിൽ, ഈ അന്ത്യനാളുകളില് തിന്മ നമ്മളെ കടന്നു പിടിക്കുവാൻ, രോഗം നമ്മളെ കടന്നു പിടിക്കുവാൻ, ഹല്ലേലൂയ, പ്രതിസന്ധികൾ നമ്മളെ കടന്നു പിടിക്കുവാൻ, നാനാഭാഗത്തു നിന്ന് നമ്മെ ആക്രമിച്ച് കടക്കുവാൻ ഒരു അദൃശ്യ സേന നമുക്കെതിരെ പൊരുതുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ആത്മീകമായി ബുദ്ധിയുള്ളവരായി ഈ ലോകം വിട്ട് നമ്മുടെ അരുമനാഥന്റെ അടുക്കലേക്ക് ചേരുവാനുള്ള നാളുകളായിരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മളെ ബുദ്ധിമാന്മാരായി, ബുദ്ധിയുള്ള പ്രവൃത്തിയോടെ, ബുദ്ധിയുള്ള തീരുമാനത്തോടെ, ബുദ്ധിയുള്ള ജീവിത ചര്യകളോടെ നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുക്കാം. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഇതിനായി സഹായിക്കട്ടെ. നാം എല്ലാവരും ദൈവസന്നിധിയില് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സഹോദരന്മാരെ ആരെങ്കിലും ഒരാളെ പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും എനിക്ക് കാണാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ ഞാൻ പ്രാർത്ഥിച്ചാട്ടെ. നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കർത്താവെ ഞങ്ങൾക്ക് തിരിച്ചെല്ലാം തിരിപ്പാൻ കർത്താവെ സഹായിച്ചല്ലോ. പാട്ടുകൾ പാടി അങ്ങ് ആരാധിപ്പാൻ സഹായിച്ചു. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുവാനിടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിധങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ അനേകം കഷ്ടതയിൽ കൂടെ മരണത്തിന്റെ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ ഞങ്ങൾ ഇതുവരെയും ക്ഷേമത്തോടുകൂടെ സൂക്ഷിച്ച് പരിപാലിക്കുന്നതിന് വലിയ കൃപകൾക്കായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മാറ്റമില്ലാത്ത ദൈവത്തിൽ കൂടെ കർത്താവെ ഞങ്ങളോട് സംസാരിച്ചതിനാൽ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ബുദ്ധിമാന്റെ പ്രത്യേകതകളെ കുറിച്ച് അവന്റെ ജീവിതയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നു എന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്നും കർത്താവെ ഞങ്ങൾക്ക് ശ്രമിപ്പാൻ കഴിഞ്ഞുവല്ലോ. ഹല്ലേലൂയ. ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവന്റെ ആത്മാവിന്റെ ജീവിതത്തിന് വേണ്ടി അവൻ പ്രാധാന്യം കൊടുക്കുമെന്നും, ഹല്ലേലൂയ, മാത്രമല്ല ഹല്ലേലൂയ അവന്റെ ജീവിതയാത്രയിൽ മുകളിലേക്കുള്ള യാത്രയിൽ ഹല്ലേലൂയ പ്രതിബന്ധമായി നിൽക്കുന്ന ഭാരങ്ങളെല്ലാം അവൻ കുറച്ചു കളയും എന്നും കർത്താവയോട് വചനത്തിൽ ഞങ്ങൾക്ക് ശ്രമിക്കുവാൻ സാധിച്ചതിനാൽ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവെ ഞങ്ങൾക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ, ഞങ്ങൾക്ക് നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ആകുലപ്പെട്ട് കരുതി വെക്കുവാൻ കൊണ്ട് ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതയാത്ര ഹല്ലേലൂയ ഞങ്ങളുടെ കർത്താവിന്റെ വരവേറ്റ് അടുത്തിരിക്കുന്നു എന്ന കർത്താവെ സംഭവം ഞങ്ങൾ വിളിച്ചറിയിക്കുന്നല്ലോ. ആകയാൽ ഞങ്ങൾ വളരെ കരുതൽ ഉള്ളവരായി
ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതയാത്ര വളരെ ശ്രദ്ധയോടുകൂടെ തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർണ്ണ സ്ഥിരതയോടുകൂടി ഓടുവാൻ കർത്താവെ സഹായിക്കണമേ. ഞങ്ങളുടെ ഈ ജീവിതയാത്രയിൽ ഞങ്ങളുടെ ഈ ഓട്ടത്തിൽ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ കർത്താവെ പുറകോട്ട് പിൻവലിക്കുന്ന കാര്യങ്ങളും കർത്താവെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് ഭാരങ്ങൾ കൂട്ടുന്നതൊന്നും ഞങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കാൻ സാധിക്കാതെ നിത്യതയ്ക്ക് വേണ്ടി കർത്താവെ ഓടുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾ ഇന്ന് വായിച്ചു കേട്ടതുപോലെ ഹല്ലേലൂയ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരരുതേ, ദരിദ്രനായി തീർന്നിട്ട് ഞാൻ കർത്താവെ ദൈവത്തെ ദുഷിക്കുന്നതിനും സമ്പന്നനായി തീർന്നതിന് ശേഷം ദൈവം എവിടെ എന്ന് ചോദിക്കുന്നതിന് ഞങ്ങൾക്ക് ഇടവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ ആകിയാൽ ഈ ദിവസങ്ങളിൽ വളരെ ഹല്ലേലൂയ ശ്രദ്ധയോടുകൂടി ജീവിപ്പാൻ, പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ, ഞങ്ങളുടെ കർത്താവിന്റെ വരവിന് വേണ്ടി വളരെ ഒരുക്കമുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ശുശ്രൂഷ കർത്താവെ അവിടുത്തെ ഭക്തനെ ശക്തീകരിച്ചതിനാൽ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനങ്ങൾ അതിശ്രദ്ധയോടുകൂടെ കർത്താവെ കരുതിക്കൊള്ളുവാനിടയാക്കണമേ. ഹല്ലേലൂയ വല്ലപ്പോഴും ഒഴുകിപ്പോകുന്നവരായി തീരാതെ കർത്താവെ വളരെ ശ്രദ്ധയോടുകൂടെ ദൈവത്തിന്റെ ജീവിതത്തിൽ സംഗ്രഹിപ്പാൻ കൊണ്ട് കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സകല മഹത്വത്തോട് എടുക്കണമേ. പട്ടണത്തിന്റെ വിധങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ അടിയങ്ങളെ എല്ലാവരെയും ഹല്ലേലൂയ ലോകത്തിന്റെ വിധങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ ആയിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ക്ഷേമത്തോടുകൂടെ കാത്തുകൊള്ളണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടതിനാൽ നന്ദിയോടുകൂടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുവാനേ പിതാവേ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കാവലും കൂട്ടായ്മ നാം ഏവരോടും ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും വിവിധ സ്ഥലങ്ങളിൽ ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന സകല ദൈവമക്കളോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ മേഘത്തിലെ വരവരുണ്ടായിരിക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. സ്തോത്രം. വിവിധ സ്ഥലങ്ങളിലെ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാവർക്കും കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ വിശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.